അപ്പുറത്തെ സൈഡിൽ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. ആ പെട്ടിക്കടയിലും കുറച്ച് ആൾക്കാർ ചായ കുടിച്ചൊക്കെ ഇരിക്കുന്നതാണ്. ബോഡി ഏകദേശം ഒരു 9ഓളം ബോഡികൾ കിട്ടിയിട്ടുണ്ടെന്ന്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടിക്കടുത്ത് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്താണ്. ഇവിടെയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മണ്ണിടിച്ചിലുണ്ടാവുകയും 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ, അവരെ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. കഴിഞ്ഞ 36 മണിക്കൂറിലധികമായി ഇവിടെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് തന്നെയാണ് വയനാട് തുരങ്ക പാതയുടെ ജോലിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടായ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളാണ് ഇത്തരത്തിൽ ഈ ഒരു മണ്ണിടിച്ചിലേക്ക് നയിച്ചതെന്നുള്ളൊരു ആരോപണം പി കെ ബഷീർ മന്ത്രി അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ വളരെ കാര്യക്ഷമമായിട്ട് പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയും പ്രദേശത്തെ മറ്റ് സംഘടനകളും എല്ലാം ചേർന്ന് വളരെ കാര്യക്ഷമമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അവരാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ 3 മൃതദേഹങ്ങൾ കണ്ടെത്താനും സാധിച്ചത് അവർക്കാണ്. 7 പേർ പരിക്കുകളേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് രക്ഷാപ്രവർത്തനം നടത്തിയ പലരും പറഞ്ഞൊരു കാര്യം വളരെ ഭയാനകമായിരുന്നു ഇവിടെ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്നുള്ളതാണ്. പല മൃതദേഹങ്ങളും കയ്യേതാണ് കാലേതാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് അത്രമാത്രം വലിയ ബുദ്ധിമുട്ട് അവർ നേരിട്ടിരുന്നു. അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ചില ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവിച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. അവിടെ ഒരു 18ഓളം ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്, അവര് പറഞ്ഞത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. ആ പെട്ടിക്കടയിലും കുറച്ച് ആൾക്കാർ ചായ കുടിച്ചൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ അതിൽ എത്ര പേര് പോയിട്ടുണ്ടെന്നും പറയാൻ പറ്റും. ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വന്നാലേ ഇനി അതിനെ കുറിച്ച് മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ ആളുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊരു കൃത്യമായിട്ടൊരു രൂപം ഇതുവരെയും കിട്ടിയിട്ടില്ല. അതൊക്കെ ഇനി വരണമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് എല്ലാം മനസ്സിലായാലേ പറയാൻ പറ്റും. എത്ര പള്ളിയിൽ ഉള്ളിൽ ആളുണ്ടായിരുന്നോ, ആ പള്ളി ഫുള്ള് പോയല്ലോ, അപ്പൊ അതിന്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നോ, എത്ര ആളുണ്ടായിരുന്നോ എന്നൊന്നും ഒരു കൃത്യമായിട്ടുള്ള രൂപം ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. അതിനെ കുറിച്ച് അവിടെ തെരച്ചിൽ നടക്കണേ ഉള്ളൂ. തെരച്ചിൽ നടന്നാലേ പറയാൻ പറ്റും, കഴിഞ്ഞാലേ പറയാം. നിങ്ങൾ കോഴിക്കോട് ഞങ്ങള് 4 ആള് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ്. ഞങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ റോഡ് ഫുള്ള് മണ്ണാണ്. പിന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഉദ്യോഗസ്ഥരും കളക്ടർ നേതൃത്വത്തിൽ ആൾക്കാർ വരികയും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് എല്ലാവരും വന്നിട്ട് സംയോജിച്ച് പണി ഇങ്ങനെ ഇനിയിപ്പോ ഏകദേശം ഒരു 2 മണിക്കൂറൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ക്ലിയറാണ്. ബോഡി ഏകദേശം ഒരു 9ഓളം ബോഡികൾ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ബാക്കി അവസ്ഥ ഒന്നും പറയാതിരിക്കണമെന്നല്ല, ഒരവസ്ഥയെ കുറിച്ച് പറയാണ്ടിരിക്കണം. അത്രയ്ക്കും മോശമാണ്. തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കോലത്തിലാണ്. കാര്യം ആ ഭാഗത്തുനിന്ന്, ആ കാണുന്ന ഭാഗത്തുനിന്ന് ഇടിഞ്ഞു പോകുന്നതാണല്ലോ. ഈ ഭാഗത്തുനിന്ന് അതിന്റെ ആഘാതത്തിൽ ഈ സൈഡ് താന്നതാണ്, അല്ലാതൊന്നുമല്ല. ഉരുൾപൊട്ട് അവിടെ ഉണ്ടായതാണ്, അവിടെ നിന്ന് പൊട്ടിപ്പോകുന്നതാണ്. ആ ആഘാതത്തിലാണ് ഏകദേശം ഓരോ. ഇവിടെ ഈ പീഡിയന്റെ അതുവരെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു. ആ ടാങ്കർ ലോറിയൊക്കെ അതൊരു കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. മഴ ഇപ്പൊ ഒരു കുറവുണ്ട്, ഇനിയും മഴ പെയ്യും. 9-ാം തീയതി വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥക്കാർ പറഞ്ഞത്. ഇല്ല, രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘവും ഉദ്യോഗസ്ഥരും കമ്മീഷണറും എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ കളക്ടർ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.